ഇപ്പോഴത്തെ ജനറേഷൻ പറയാൻ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. കുഴപ്പമില്ല, നല്ല പടമാണ്, കാണാൻ കൊള്ളാം. ഇപ്പോഴുള്ള തലമുറയ്ക്ക് പറ്റിയ ഒരു പടമാണ്. ഇഷ്ടമില്ലാതൊക്കെ ഇവിടെ നിന്ന് പോകുന്ന സ്റ്റുഡൻസ് ഇല്ലേ, അവരെയൊക്കെ ബേസ് ചെയ്തെടുത്തൊരു പടം. കുഴപ്പമില്ല, കൊള്ളാം. അങ്ങനെ അരുൺ വൈഗ സംവിധാനം ചെയ്ത് നമ്മുടെ രഞ്ജിത്ത് സജീവ്, ജോണി ആൻഡ് ഇന്ദ്രൻ തുടങ്ങിയ നീണ്ട താരത്തിൽ നിൽക്കുന്ന യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന റിലീസ് സിനിമയാണെന്ന് സിനിമയുടെ പറഞ്ഞു ചോദിച്ചു നോക്കാം. നല്ല മൂവിയായിരുന്നു. ഇപ്പോഴത്തെ ജനറേഷൻ പറയാൻ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. കോമഡി എന്തെങ്കിലും ഉണ്ടോ? ഫാമിലി സിനിമ തന്നെയാണോ? കോമഡി ആയിട്ടല്ല, ഫാമിലി മൂവി ആയിട്ടാണ് തോന്നിയത്. ഓരോരുത്തർക്ക് ഓരോ ഇതായിരിക്കും. എങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് കാര്യം പറയുന്ന ഒരു സിനിമയാണോ അതോ നമ്മള് ഇപ്പോഴത്തെ ജനറേഷൻ എന്തായാലും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കും. എല്ലാവർക്കും അതിന്റെ ധൈര്യം കാണത്തില്ലല്ലോ. അങ്ങനെയാണോ വിദേശത്തോട്ട് പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസ്? അതുമായിട്ട് ബന്ധപ്പെട്ടൊരു സിനിമ. കുഴപ്പമില്ല, കൊള്ളാം. യൂത്ത് മറ്റേ സിനിമയാണോ അല്ലെ ഫാമിലി? യൂത്തിന് ഇപ്പം എല്ലാവരും പുറത്തോടെ പോയല്ലേ, അപ്പൊ അതിന് സിനിമയാണ്. കുഴപ്പമില്ല, നല്ല പടമാണ്, കാണാൻ കൊള്ളാം. ഇപ്പോഴുള്ള തലമുറയ്ക്ക് പറ്റിയ ഒരു പടമാണ്. എടുത്തു പറയാൻ സിനിമയ്ക്കകത്ത് വേറെ എന്തെങ്കിലും? എടുത്തു പറയുന്നത് നല്ലതാണ്. ഇപ്പോഴുള്ള തലമുറയ്ക്ക് പറ്റിയാണ്. ഈ വെള്ളി രാജ്യങ്ങളിൽ പോകുന്ന അതിനെ കുറിച്ചൊക്കെയാണ് കൂടുതൽ. ഫാമിലി സബ്ജക്റ്റ് തന്നെയല്ലേ? ഫാമിലി ആയിട്ട് കൊള്ളാം, നല്ലതാണ്. അല്ലാതെ കൊള്ളാം. ഇപ്പോഴുള്ള തലമുറയ്ക്കാണ് നല്ലത്. ഇപ്പോഴുള്ള പയ്യന്മാരെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നല്ലതാണ്. എൻ്റർടൈമൊക്കെ ഉണ്ട്. ഫീൽ ഗുഡ് മൂവി. യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റിയ പടം. യു കെയിലൊക്കെ പോകുന്നതിൻ്റെയൊക്കെ ഒരു പ്രശ്നവും അങ്ങനെയൊക്കെ പറഞ്ഞൊരു സിനിമ ജസ്റ്റ് കണ്ടിരിക്കാം. കോമഡി എന്തെങ്കിലും ഉണ്ടോ ബ്രോ? കോമഡി എന്തെങ്കിലും ഉണ്ടോ? കോമഡി ആയിട്ടൊന്നുമില്ല, ഒരു സീരിയസ് എലമെന്റ്സ് ഇതിനകത്ത് പറയുന്നുണ്ട്. അറിയാലോ, പുറത്തോട്ട് പോകുന്നവരുടെയൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് യു കെയിൽ പോയിട്ട് ഇപ്പം ഇഷ്ടമില്ലാതൊക്കെ ഇവിടെ നിന്ന് പോകുന്ന സ്റ്റുഡൻസ് ഇല്ലേ, അവരെയൊക്കെ ബേസ് ചെയ്തെടുത്തൊരു പടം. ജോണി ആൻഡ് എങ്ങനെ ഉണ്ടായിരുന്നു? പുള്ളി നന്നായിട്ടാണ് അത് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്.